കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു പ്രത്യേക ടാലന്റ് അല്ലേ? നമ്മൾ പാട്ടുകാരും കഥ പറച്ചിലുകാരും അഭിനയക്കാരും അങ്ങനെ എന്തെല്ലാം അല്ലേ? ബീസ്റ്റ് കാട്ടി കൂടെ പോയ കഥ പറയട്ടെ, അതോ കുംഭകർണ ഉറങ്ങിയ കഥ പറയണോ? ബീസ്റ്റ് ഉണ്ടല്ലോ, ഒരു ദിവസം ബീസ്റ്റ് കാട്ടി കൂടെ ഇങ്ങനെ പോവാണേ. കാട്ടി കൂടെ ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ ഒരു ചെവിയില്ലാത്ത ലയണിനെ കാണും. ലയൺ ഇങ്ങനെ കരയോ, അയ്യോ എന്റെ ചെവി കണ്ടില്ലേ കണ്ടില്ലേ എന്ന്. അപ്പോഴുണ്ടല്ലോ ഈ ബീസ്റ്റ് പറയും, ഞാൻ നിന്റെ ചെവി കണ്ടു, നിന്റെ ചെവി ഒരു എലി കടിച്ചുകൊണ്ട് പോയതാണ്. ഒരു റാറ്റ് കടിച്ചുകൊണ്ട് പോയതായിരുന്നു. പപ്പേന്റെ ഉണ്ട് ഇസന്റെ ഇവന്റെ ഉണ്ട്. പേഷ്യൻസ് ആണ് കീ. എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചു തന്നാൽ മതി എന്നാണ് എല്ലാവരുടെയും ചിന്ത. അതുകൊണ്ട് തന്നെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വഴി. നമ്മൾ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവരും ദേഷ്യം പിടിക്കും. നമ്മൾ കൊടുക്കുന്ന വൈബിന്റെ എക്സ്ട്രീമാണ് അവരും കാണിക്കുന്നത്. കഴിക്കാത്തതിന്റെ കാരണങ്ങളൊക്കെ കേട്ടാൽ ചിരി വരും. പേരക്കയിൽ കുരു, കടുക് കിടക്കുന്നു, മുളക് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഫുഡിന് എരിവ്, തണുത്തിരിക്കുന്ന ഫുഡിന് ചൂട്. ഇത് കേട്ട് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ കേട്ട് ചിരിക്കാതെ എങ്ങനെയാ ഇരിക്കുന്നേ? വൈഫ് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഫുഡിലും പ്രസന്റേഷനിലും ഒക്കെ വ്യത്യസ്തത ഉണ്ടാക്കുമ്പോൾ ഞാൻ ട്വിസ്റ്റ് നിറഞ്ഞ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ക്യൂരിയോസിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും പുതിയ കഥകൾ സ്പോട്ടിൽ ഉണ്ടാക്കി പറയുവാണ്. ഇതുപോലെ നിങ്ങളും പറയാറുണ്ടോ?